ഈ കാണുന്നവരെല്ലാം നിൽക്കുന്നത് നമ്മളെ പോലെ തന്നെ ഒരു ബോട്ട് യാത്രയ്ക്ക് തയ്യാറെടുത്തിട്ടാണ്. ബോട്ട് വരുമ്പോൾ അതിലേക്ക് കയറാനുള്ള ക്യൂ ആണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബോട്ട് വന്ന് എല്ലാവരും ബോട്ടിലേക്ക് കയറാൻ വേണ്ടി പോയി. ഫ്രണ്ടിൽ തന്നെയുള്ള 2 സീറ്റ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ എപ്പോഴുള്ള പോലെ തന്നെ 4 ആളായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പേ ബോട്ടിൽ കയറിയിട്ടുണ്ട്. ഈ ടൈപ്പിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ബോട്ട് മൂവ് ആവാൻ തുടങ്ങി. നമ്മൾ നേരത്തെ ക്യൂ നിന്നതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഇതിൽ കയറുന്നത്. ഇതുപോലത്തെ ബോട്ടുകൾ മാത്രമല്ല, ബോട്ടുകളിൽ ഒരുപാട് ഓപ്ഷൻസ് ടിക്കറ്റ് എടുക്കുന്ന ടൈമിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ ബോട്ടിൽ പോണ സ്ഥലത്തിന്റെ പേര് പറഞ്ഞില്ല. നമ്മൾ ഈ പോണത് അൽസീഫ് ഓൾഡ് സോക്കിലേക്ക്. ഫൈനലി ചെറിയൊരു ബോട്ട് യാത്രയ്ക്ക് ശേഷം നമ്മളെ സ്ഥലത്തെത്തി. വിചാരിച്ച പോലെയല്ല, അവിടെ എത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അതിന്റെ ഉള്ളിൽ കയറിയ പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ, ഫുൾ സ്റ്റോർ. ഗേൾസിന് ഇഷ്ടപ്പെടുന്ന ചെരുപ്പിന്റെയും ബാഗിന്റെയും ഡ്രസ്സിന്റെയും ഓർണമെന്റ്സിന്റെയും ഒരുപാട് ഡിഫറെന്റ് കളക്ഷൻസ് നമുക്ക് അവിടെ പോയാൽ കാണാൻ പറ്റും. എന്തെടുക്കണം ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉറപ്പായിട്ടും വരും. അത് മാത്രമല്ല, വെറൈറ്റി ആയിട്ടുള്ള ഫുഡിന്റെ സ്റ്റോറുകളും ഇഷ്ടം പോലെ. ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് പോകുന്നതിനിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഞാൻ കണ്ടേ. ഒരു പ്രത്യേക ടൈപ്പ് ഗ്ലാസ് കളർ ആഡ് ചെയ്ത മണൽ പോലത്തെ പൗഡർ വെച്ചിട്ട് ചെയ്യുന്ന കേട്ടോ. ഇത് ഒരു പ്രത്യേക ടൈപ്പ് സ്കില്ലാണ്. കണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നും. നമ്മളെ നെയിമെല്ലാം വെച്ചിട്ട് കസ്റ്റമൈസ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ഇപ്പതാ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഉള്ളിലുള്ള ഒരു ടെമ്പിളിലേക്കുള്ള വഴിയാണ്. ഈ വഴിയിൽ കയറിയപ്പോഴേക്കും നമ്മൾ ദുബായിലാന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയി. ഫുൾ തമിഴ് സോങ്ങും കർപ്പൂരത്തിന്റെയും മുല്ലപ്പൂവിന്റെയും ചന്ദനത്തിന്റെയും എല്ലാം സ്മെല്ലും വിഗ്രഹങ്ങളും ഫ്രെയിമുകളും ഒക്കെ ആയിട്ട് നാട്ടിലെല്ലാം ഉള്ള പോലെ തന്നെയുള്ള വൈബായിരുന്നു. വിഷു ആഘോഷിക്കുന്ന ദുബായിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും അവിടെ എത്തിയിട്ടുണ്ടാവും. കുറച്ചധികം തിരക്ക് തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇത് ആ കാണുന്ന ക്യൂ ഉണ്ടല്ലോ, അതിന്റെ മുകളിലാണ് അമ്പലം ഉള്ളത്. അവിടത്തേക്ക് കയറാനുള്ള തിരക്കാണ് കേട്ടോ കാണുന്നത്. നമുക്ക് പിന്നെ അതിന്റെ ആവശ്യമൊന്നും ഇല്ലാത്ത നമ്മൾ തിരിച്ചു പോയിട്ടോ. നമ്മൾ വന്നതുപോലെ തന്നെ തിരിച്ചും ബോട്ടിൽ കയറിയിട്ട് വേണം നമുക്ക് തിരിച്ച് ബോട്ട് കയറാൻ വന്ന ടൈം തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ അതിന്റെ ഉള്ളിലാവുമ്പോൾ ടൈം പോകുന്നത് നമ്മൾ അറിയാം. അങ്ങനെ നമ്മൾ തിരിച്ച് ബോട്ടിൽ കയറി നമ്മളെ കാറിനെടുത്തു. അപ്പൊ ഇനി ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.